The angles of a triangle are in the ratio 1:3:5. What are the angles? അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 1:3:5 എന്ന റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആംഗിൾസ് എങ്ങനെ എടുക്കാം? ആംഗിൾസ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ്, 3 ഇൻറ്റു എക്സ് 3x, 5 ഇൻറ്റു എക്സ് 5x ആയിട്ട് എടുക്കാം അല്ലേ? കാരണം എല്ലാം 1:3:5 റേഷ്യോയിലാണ്. അപ്പോൾ എക്സ് എന്ന നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഇതൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 3x പ്ലസ് 5x ഇസ് ഈക്വൽ ടു എന്താ? 180 ഡിഗ്രി എന്ന് എഴുതാം. കാരണം ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ എക്സ് പ്ലസ് 3x 4x ആണ്, 4x പ്ലസ് 5x 9x ആണ് അല്ലേ? സോ 9x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 9നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 9നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 9 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ബൈ 9. 180 ഡിഗ്രി ബൈ 9 എത്ര? 20 ആണ് അല്ലേ? അപ്പോൾ 20 ഡിഗ്രിയാണ് എക്സ്. അപ്പോൾ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇസിക്കൽ ടു ഒന്ന് എക്സ്, ഒന്ന് 3x, ഒന്ന് 5x ആയിരുന്നു അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. അടുത്ത ആംഗിൾ 3x ആണ്. അപ്പോൾ 3 ഇൻറ്റു 20 ഡിഗ്രി അതെത്രയാണ്? 60 ഡിഗ്രിയാണ്. പിന്നെ അടുത്തത് 5x ആണ് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 20 ഡിഗ്രി അതെത്രയാണ്? 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊക്കെയാണ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ്. ഓക്കെ, the sides of a triangle are in the ratio 2:3:4 and the longest side is 20 centimeters longer than the shortest side. Calculate the length of all three sides. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:3:4 ആണ്. ഇതിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡിനേക്കാളും 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈഡ്സ് ഏതൊക്കെയായിരിക്കും? സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 2:3:4 ആണ് അല്ലേ? അപ്പോൾ സൈഡ്സ് നമുക്ക് 2x 3x 4x എന്ന് എടുക്കാം അല്ലേ? കാരണം എന്താ? 2:3:4 റേഷ്യോയിലായതുകൊണ്ടാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡിനേക്കാളും 20 സെൻറ്റിമീറ്റർ കൂടുതലാണ് അല്ലേ? സോ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് സൈഡ് പ്ലസ് 20 ആണ് അല്ലേ? ലോങ്ങസ്റ്റ് സൈഡ് ഇതിൽ ഏതാണ്? 2x 3x 4x. ഇതിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്താ? 4x ആണ് കൂടുതൽ അല്ലേ? അപ്പോൾ 4x ഈസ് ഈക്വൽ ടു ഷോർട്ടസ്റ്റ് സൈഡ് ഏതാണ് കുറവ്? 2x അല്ലേ? അപ്പോൾ 2x പ്ലസ് 20 എന്ന് എഴുതാം. ഓക്കെ, ഇനി എക്സിൻ്റെ ടേംസ് ഒക്കെ ഈക്വൽ ടുൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് ഈ 2xനെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 2xനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 2x ആകും. സോ 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 20. 4x മൈനസ് 2x 2x ആണല്ലേ? സോ 2x ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 20/2. 20/2 10 ആണല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അപ്പോൾ സൈഡ്സ് ഏതൊക്കെയാണ്? 2x 3x 4x ഇതൊക്കെയായിരുന്നു സൈഡ്സ് അല്ലേ? 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 10 അല്ലേ? 2 ഇൻറ്റു 10 അത് 20 ആണ്. യൂണിറ്റ് എന്താ? സെൻറ്റിമീറ്റർ ആണ് അല്ലേ? കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ. പിന്നെ അടുത്തത് 3x എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 10 അല്ലേ? അതായത് 30 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 10 അല്ലേ? അതായത് 40 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സൈഡ്സ്. ഓക്കെ, the ratio of the length, width and height of a rectangular box is 2:3:5 and its volume is 3750 cubic centimeter. Find the length, width and the height. അതായത് ഒരു റെക്ടാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 2:3:5. അതേപോലെ അതിൻ്റെ വോളിയം 3750 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2x ആയിട്ട് എടുക്കാം. കാരണം ലെങ്ത്ത് വിഡ്ത്ത് ഹൈറ്റ് റേഷ്യോ എന്താണ്? 2:3:5 ആണ്. അപ്പോൾ ആദ്യം ലെങ്ത്ത് അല്ലേ? അപ്പോൾ ലെങ്ത്ത് 2x, രണ്ടാമത് വിഡ്ത്താണ് അല്ലേ?
അപ്പോൾ വിഡ്ത്ത് രണ്ടാമത്തെ നമ്പർ എന്താ 3 അല്ലേ, അപ്പോൾ 3x. പിന്നെ ലാസ്റ്റാണ് ഹൈറ്റ് അല്ലേ, അപ്പോൾ ഹൈറ്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം, ലാസ്റ്റുള്ള നമ്പർ 5 അല്ലേ, 5x ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ വോളിയം എത്രയാണ് തന്നിട്ടുള്ളത്, വോളിയം 3750 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലേ, അതായത് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പോൾ വോളിയം കാണാൻ ഇക്വേഷൻ എന്താ, റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇവയുടെയൊക്കെ പ്രൊഡക്റ്റ് ആണ് എന്ത്, 3750 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് എത്ര, 2x ആണ്, ഇൻറ്റു വിഡ്ത്ത് 3x ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 5x ഈസ് ഈക്വൽ ടു 3750 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ 2 × 3 6 ആണ്, 6 × 5 30 ആണ് അല്ലേ. അപ്പോൾ 30 x × x × x x⁻³ അല്ലേ. അപ്പോൾ 30x⁻³ അല്ലെങ്കിൽ 30x³ ആണ് എന്ത്, 3750. ഇതിൽ നിന്ന് x³ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 30 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ, അപ്പോൾ ഇൻറ്റു 30 ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 30 ആകും. സോ x³ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ x⁻³ ഈസ് ഈക്വൽ ടു 3750/30 ഈസ് ഈക്വൽ ടു എന്താ, ന്യൂമറേറ്ററിൽ ഒരു ലാസ്റ്റ് ഒരു 0 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ലാസ്റ്റ് ഒരു 0 ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ആക്കിയാൽ 375/3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 375/3 അത് എത്രയാണ്, 125 ആണല്ലേ. അപ്പോൾ 125 ആണ് x³ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം 125 എന്ന് വെച്ചാൽ 25 × 5 ആണ് അല്ലേ. 25 × 5 ആണ് 125. 25 എന്ന് വെച്ചാൽ 5 × 5 അല്ലേ. അപ്പോൾ 5 × 5 × 5 ആണ് എന്ത്, x⁻³ അതെ, അതായത് 5⁻³ 5 × 5 × 5 എന്ന് വെച്ചാൽ എന്താ, 5⁻³ ആണ് അല്ലേ. അപ്പോൾ x⁻³ എന്ന് പറഞ്ഞാൽ 5⁻³ ആണ്. അതിനർത്ഥം x എന്ന് പറഞ്ഞാൽ എന്താ, 5 ആണ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 കിട്ടി. അപ്പോൾ ഇനി ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റ് കാണാമല്ലോ. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു, ലെങ്ത് എത്രയായിരുന്നു, 2x അല്ലേ. ദാറ്റ് ഈസ് 2 × x എത്ര, 5 ആണല്ലേ. അപ്പോൾ 2 × 5 10 ആണ്. യൂണിറ്റ് എന്താണ്, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്. വിഡ്ത്തോ, വിഡ്ത്ത് 3x ആയിരുന്നു അല്ലേ. അപ്പോൾ 3 × x 5 അല്ലേ, 3 × 5 അത് 15 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഹൈറ്റ്, ഹൈറ്റ് എത്രയാണ്, 5x അല്ലേ. അപ്പോൾ 5 × x 5 അല്ലേ, 5 × 5 അത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, a box contains beads of 3 colors. The ratio of the number of black beads to the number of white beads is 3:5 and the ratio of the number of white beads to the number of red beads is 2:3. What is the ratio of number of beads of all 3 colors? അതായത് ഒരു ബോക്സിൽ 3 കളറിലുള്ള ബീഡ്സ് ഉണ്ട്. അതിൽ ബ്ലാക്ക് ബീഡും വൈറ്റ് ബീഡും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. വൈറ്റ് ബീഡും റെഡ് ബീഡും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 കളേഴ്സിലുള്ള ബീഡ്സും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ബ്ലാക്ക് ബീഡ് ഈസ് ടു വൈറ്റ് ബീഡ് 3:5 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ നമ്പർ നമുക്ക് 3x ആയിട്ടും വൈറ്റ് ബീഡ്സിൻ്റെ നമ്പർ 5x ആയിട്ടും എടുക്കാം അല്ലേ. സോ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് ഈസ് ഈക്വൽ ടു 3x. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് ഈസ് ഈക്വൽ ടു 5x. കാരണം എന്താണ്, ഇവ 3:5 റേഷ്യോയിലാണ്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്, വൈറ്റ് ബീഡ്സും റെഡ് ബീഡ്സും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താണ്, വൈറ്റ് ബീഡ്സ് ബൈ റെഡ് ബീഡ്സ് ഈസ് ഈക്വൽ ടു 2/3 അല്ലേ. ഈ സെയിം റേഷ്യോ തന്നെ ഇസ്റ്റുവിന് പകരം ബൈ രൂപത്തിൽ എഴുതി. ഓക്കെ, പക്ഷേ വൈറ്റ് ബീഡ്സ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, 5x ആണ് അല്ലേ. അപ്പോൾ വൈറ്റ് ബീഡ്സിന് പകരം എന്ത് കൊടുക്കുക, 5x എന്ന് കൊടുക്കുക.
സോ 5x by red beads ഇസിക്കൽ ടു എന്താണ് 2/3 ആണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് റെഡ് ബീഡ്സിൻ്റെ വാല്യൂ കാണണം. അതിന് വേണ്ടിയിട്ട് ഈ റെഡ് ബീഡ്സ് ഡിനോമിനേറ്ററിലാണല്ലോ, ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിലാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റെസിപ്രോക്കൽ എടുക്കുക. ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഒരു ഭാഗത്ത് മാത്രം എടുത്ത പോലെ രണ്ട് ഭാഗത്തും എടുക്കണം, എന്നാലേ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ 5x ബൈ റെഡ് ബീഡ്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്ററിലും വരും അല്ലേ. അപ്പോൾ 5x ബൈ റെഡ് ബീഡ്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് റെഡ് ബീഡ്സ് by 5x is equal to 2/3 റെസിപ്രോക്കൽ എന്താ 3/2. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നിന്ന് റെഡ് ബീഡ്സിൻ്റെ വാല്യൂ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5x ഇവിടെ ബൈ ചെയ്തേക്കുവാണ് അല്ലേ. അപ്പോൾ ബൈ 5x ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 5x ആകും. സോ റെഡ് ബീഡ്സ് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു 5x അല്ലേ. 3/2 ഇൻറ്റു 5x എന്ന് വെച്ചാൽ എന്താ, 3 × 5 15 ആണല്ലേ. അപ്പോൾ 15/2x എന്ന് എഴുതാം. ഇതാണ് റെഡ് ബീഡ്സ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് റേഷ്യോ കാണാമല്ലോ. ഏതൊക്കെ, ബ്ലാക്ക് ബീഡ് ഈസ് ടു വൈറ്റ് ബീഡ് ഈസ് ടു റെഡ് ബീഡ്. ഏതാണ് റേഷ്യോ, ബ്ലാക്ക് ബീഡ് എത്രയായിരുന്നു 3x. സോ 3x ഈസ് ടു വൈറ്റ് ബീഡ്സ് എത്രയായിരുന്നു 5x ഈസ് ടു റെഡ് ബീഡ്സ് എത്രയായിരുന്നു 15/2x ആണല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും എക്സ് കോമൺ ആണ് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ടുള്ള എക്സ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എന്താ 3:5:15/2 ആണ്. പക്ഷേ ഈ 15/2 എന്നത് ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ മാറ്റി നമ്പർ ആക്കണമെങ്കിൽ ഡിനോമിനേറ്റർ മാറ്റണം അല്ലേ. ഡിനോമിനേറ്റർ 2 അല്ലേ. അപ്പം ഈ /2 ക്യാൻസൽ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇൻറ്റു 2 ചെയ്യണം അല്ലേ. അപ്പോൾ ഒരു നമ്പറിനെ മാത്രം ഇൻറ്റു 2 ചെയ്തിട്ട് കാര്യമില്ല, ഈ റേഷ്യോയിലുള്ള എല്ലാ നമ്പേഴ്സിനെയും ഇൻറ്റു 2 ചെയ്യണം, അല്ലെങ്കിൽ റേഷ്യോ എന്തായി തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതിന് ആദ്യം 3 × 2 എന്ന് ചെയ്യാം ഈസ് ടു, പിന്നെ 5 × 2 ചെയ്യാം ഈസ് ടു, പിന്നെ ലാസ്റ്റ് നമ്പറായി 15/2 × 2. ഈ /2 കളയാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റു 2 എല്ലായിടത്തും ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 × 2 6 അല്ലേ. 6 ഈസ് ടു 5 × 2 10 ഈസ് ടു, പിന്നെ 15/2 × 2. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള 2 ഡിനോമിനേറ്ററിലുള്ള 2 ക്യാൻസൽ ചെയ്യും, ബാക്കിയുള്ള 15 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ 6:10:15 ആണ് എന്ത്, ഈ ബീഡ്സ് തമ്മിലുള്ള റേഷ്യോ. ബ്ലാക്ക് ബീഡ് ഈസ് ടു വൈറ്റ് ബീഡ്സ് ഈസ് ടു റെഡ് ബീഡ്സ് എന്ന റേഷ്യോ. ഓക്കെ.